ഏതാണ് ബെസ്റ്റ് ബേബി ഫോർമുല? ഇൻഗ്രീഡിയൻസ് ബേസിസിൽ എങ്ങനെയാണ് ഒരു ഫോർമുല മിൽക്ക് സെലക്ട് ചെയ്യേണ്ടത്? കുഞ്ഞിന് ഫോർമുല മിൽക്ക് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ? ഫോർമുല അലർജി എങ്ങനെ മനസ്സിലാക്കാം? എങ്ങനെയാണ് ഒരു ഫോർമുലയിൽ നിന്നും മറ്റൊന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടത്? കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡിംഗ് അല്ലെങ്കിൽ ഫോർമുല ഫീഡിംഗ് ആണോ വെയിറ്റ് ഗെയിനിന് ഹെൽപ്പ് ചെയ്യുന്നത്? ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. വീഡിയോ മുഴുവനായി കാണാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ കുഞ്ഞിന് ഏത് ഫോർമുലയാണ് കൊടുക്കുന്നതെന്ന് കമൻറ്റായി ചെയ്യുക. ആദ്യത്തെ 6 മാസം കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡിംഗ് തന്നെയാണ് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത്. എന്നാൽ ബ്രസ്റ്റ് മിൽക്ക് കുറവുള്ള അമ്മമാർക്കും വെയിറ്റ് ഗെയിൻ പ്രോപ്പറായി കുഞ്ഞിന് ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്കും ഫോർമുല മിൽക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തേത്, ഫോർമുല മിൽക്ക് സെലക്ട് ചെയ്യുമ്പോൾ 3 ക്രൈറ്റീരിയ ആണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് പ്രോപ്പറായിട്ട് വെയിറ്റ് ഗെയിൻ ഉള്ള ഫോർമുല. കുഞ്ഞിന് ആദ്യ 6 മാസം ഏകദേശം 20 മുതൽ 30 ഗ്രാമാണ് ഒരു ദിവസം തൂക്കം കൂടേണ്ടത്. അതായത് 6 മാസം ആകുമ്പോൾ ബർത്ത് വെയിറ്റിൻ്റെ ഇരട്ടി ഭാരമാണ് ആകേണ്ടത്. രണ്ടാമത്തേത്, കുഞ്ഞിൻ്റെ ദഹനം. കുഞ്ഞിന് എളുപ്പത്തിൽ ദഹിക്കുന്ന ഫോർമുല മിൽക്ക് സെലക്ട് ചെയ്യണം. അതായത് ഗ്യാസ്, കോളിക്ക് ഇവയൊക്കെ ഇല്ലാത്ത ഫോർമുല. കുഞ്ഞിന് കോൺസ്റ്റിപ്പേഷൻ, വോമിറ്റിംഗ്, ലൂസ് മോഷൻ ഇവയൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞിന് ഇത് ഫോർമുല മിൽക്ക് അലർജി ആണെന്നും ഫോർമുല മാറ്റേണ്ടതാണെന്നും മനസ്സിലാക്കുക. കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്, അതായത് ഓരോ ഫോർമുലയും ഓരോ ബ്രാൻഡും ഓരോ ചിലവാണുള്ളത്. നിങ്ങൾക്ക് വില കുറഞ്ഞ ഫോർമുല ഏതാണോ അത് നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്തേത്, ഫോർമുല കാറ്റഗറീസ് ഏതൊക്കെയെന്നുള്ളതാണ്. കൗ മിൽക്ക് ബേസ്ഡ് ഫോർമുല. ഇത് അമ്മയുടെ പാലിനോട് ചേർന്ന് നിൽക്കുന്നു. സ്പെഷ്യൽ ഡ്രൈഡ് മിൽക്ക് പൗഡറാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇത് പശുവിൻ പാലിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്നതിനാണ്. അതിനോടൊപ്പം വെജിറ്റബിൾ ഓയിൽസും എക്സ്ട്രാ വൈറ്റമിൻസും അടങ്ങിയിരിക്കുന്നു. ഇനി കൗ മിൽക്ക് അലർജിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഏത് ഫോർമുല കൊടുക്കാമെന്ന് നോക്കാം. ഇത് സോയ മിൽക്ക് ബേസ്ഡ് ഫോർമുലയാണ്. സിമിലാക് ഐസോമിൽ, ഡെക്സോലാക് ന്യൂസോബി ഇവയൊക്കെയാണ് സോയ മിൽക്ക് ബേസ്ഡ് ഫോർമുലാസ്. സിവിയർ പ്രോട്ടീൻ അലർജിയുള്ള കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഹൈപ്പോ അലർജനിക് ഫോർമുലാസ് ആണ് കൊടുക്കുന്നത്. സ്പെഷ്യൽ ഫോർമുലാസ്, ഇത് പ്രീമച്വർ ബേബീസിനും ജനനഭാരം കുറവുള്ള കുഞ്ഞുങ്ങൾക്കും വെയിറ്റ് ഗെയിനും ഡെവലപ്മെൻറ്റിനും ഒക്കെ കൊടുക്കാനുള്ളതാണ് സ്പെഷ്യൽ ഫോർമുലാസ്. ഇനി ഫോർമുല മിൽക്കിൻ്റെ സ്റ്റേജസ് ഏതെന്ന് നോക്കാം. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 എന്നിവയിലാണ് അടങ്ങിയിരിക്കുന്നത്. സ്റ്റേജ് 1 ജനിച്ചത് മുതൽ 6 മാസം വരെയും സ്റ്റേജ് 2 1 വയസ്സ് വരെയുമുള്ള കുഞ്ഞുങ്ങൾക്കാണ് കൊടുക്കുന്നത്. സ്റ്റേജ് 3 ഫോർമുല അവൈലബിൾ ആണ്. ഇത് 1 വയസ്സിന് ശേഷമുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഓരോ ഫോർമുലയിലും അടങ്ങിയിട്ടുള്ള കണ്ടൻസും ഇവ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ട പാരാമീറ്റേഴ്സ് എന്ന് നോക്കാം. എനർജി വൈസ് നോക്കുമ്പോൾ ബ്രസ്റ്റ് മിൽക്കിൽ 670 കിലോ കാലറിയാണ് ഉള്ളത്. ഡെക്സോലാക്ക്, ലാക്ടോജൻ, സിമിലാക്ക്, നാൻപ്രോ ഇവയിലെല്ലാം 670 തന്നെയാണ്. എന്നാൽ ആപ്റ്റമിലിൽ ഇത് 668 കിലോ കാലറി ആണ് ഉള്ളത്. രണ്ടാമത്തേത്, വെയ് കേസിൻ പ്രോട്ടീൻ റേഷ്യോ. വെയ് പ്രോട്ടീൻ എന്നത് നാച്ചുറൽ ബ്രസ്റ്റ് മിൽക്കിൽ 60ഉം കേസിൻ 40%മാണ് ഉള്ളത്. വെയ് പ്രോട്ടീൻ ഗ്യാസ്, കോളിക് പെയിൻ ഇവയൊക്കെ തടയാനായിട്ട് സഹായിക്കുന്നതാണ്. ഇത് ദഹനത്തെയും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. കേസിൻ പ്രോട്ടീൻ എന്നാൽ അലർജിക് റിസ്ക് കൂടുതലുള്ള പ്രോട്ടീനാണ്. ഇത് കുഞ്ഞിൻ്റെ വയർ ഒരുപാട് നേരം ഫുള്ളാക്കി വെക്കാനായിട്ട് സഹായിക്കുന്നു. ഡെക്സോലാക്കിൽ ഇത് നേരെ തിരിച്ചാണ്. അതായത് 40:60 റേഷ്യോയിലാണ് ഉള്ളത്. ലാക്ടോജനിൽ 65:35. സിമിലാക്ക് അഡ്വാൻസ്, ആപ്റ്റമിൽ ഇവയെല്ലാം ബ്രസ്റ്റ് മിൽക്കിനോട് അടങ്ങി നിൽക്കുന്ന റേഷ്യോ തന്നെയുണ്ട്. നാൻപ്രോയിൽ 70:30 റേഷ്യോയിലാണ് അടങ്ങിയിരിക്കുന്നത്. എപ്പോഴും വെയ് പ്രോട്ടീൻ റേഷ്യോ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫോർമുല വേണം സെലക്ട് ചെയ്യാനായിട്ട്. മൂന്നാമത്തേത്, ഫാറ്റ് കണ്ടന്റ്. ബ്രസ്റ്റ് മിൽക്കിൽ 34 ഗ്രാം പെർ ലിറ്റർ ആണ് ഉള്ളത്. ഫാറ്റ് കണ്ടന്റ് ബ്രസ്റ്റ് മിൽക്കിനോട് മാച്ച് ആകുന്നത് ആപ്റ്റമിലാണ്, എന്നാൽ കൂടുതലുള്ളത് സിമിലാക്കിലുമാണ്. അടുത്തത്, പ്രോട്ടീൻ കണ്ടന്റ് എങ്ങനെയെന്ന് നോക്കാം. ഇത് കൂടുതലുള്ളത് സിമിലാക്ക് അഡ്വാൻസിലാണ്, ഏകദേശം 15.1. ബാക്കിയുള്ള ഫോർമുലാസിൽ 14 റേഞ്ചിലാണ് ഉള്ളത്. ബ്രസ്റ്റ് മിൽക്കിൽ ഇത് 9 മാത്രമാണ് അടങ്ങിയിരിക്കുന്നത്. അടുത്തതാണ് അയൺ കണ്ടന്റ്. ബ്രസ്റ്റ് മിൽക്കിൽ അയൺ കണ്ടന്റ് കുറവാണ്, എന്നാൽ എല്ലാ ഫോർമുല ബ്രാൻഡ്സിലും അയൺ ഫോർട്ടിഫൈഡ് ആണ്. സിമിലാക്കിൽ 10ഉം ആപ്റ്റമിൽ 8.1 ഉള്ളത്. ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അയൺ കണ്ടന്റിനായി അയൺ സപ്ലിമെന്റ് കൊടുക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. ഇത് അനീമിയയെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു. അടുത്തത്, കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി നൽകുന്ന ഏതൊക്കെ കണ്ടന്റ്സ് ആണ് ഉള്ളതെന്ന് നോക്കാം. ഹ്യൂമൻ മിൽക്കിൽ ഹ്യൂമൻ മിൽക്ക് ഒളിഗോസാക്കറൈഡ്സ് എന്ന ഇൻഫെക്ഷനെ തടയുന്ന കണ്ടന്റ് അടങ്ങിയിരിക്കുന്നു. ഇത് ഫോർമുലയിൽ ഇല്ല. ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. എന്നാൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഫ്രക്ടോ ഒളിഗോസാക്കറൈഡ്, ഗ്യാലക്ടോ ഒളിഗോസാക്കറൈഡ് ഇവയൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് പല ഫോർമുലാസും. ഇതുള്ള ഫോർമുലാസ് ലാക്ടോജൻ, ആപ്റ്റമിൽ എന്നിവയാണ്. നാൻപ്രോയിൽ ദഹനത്തെ എളുപ്പമാക്കുന്ന എൽ റൂട്ടറി എന്ന ബാക്ടീരിയ അടങ്ങിയിരിക്കുന്നു. ഇത് ലാക്ടോജനിലും ഉണ്ട്. സിമിലാക്കിൽ ഇവയൊന്നും തന്നെ ഇല്ല. ഡെക്സോലാക്കിൽ FOS മാത്രം അടങ്ങിയിരിക്കുന്നു. ഇനി റേറ്റ് വൈസ് എങ്ങനെയാണ് ഫോർമുല സെലക്ട് ചെയ്യേണ്ടത് നോക്കാം. ഏറ്റവും ചിലവ് കുറഞ്ഞ ഫോർമുല അഫോർഡബിൾ ആയിട്ടുള്ളത് ഡെക്സോലാക്കാണ്. ഇത് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഫോർമുലാസ് എല്ലാം 800 to 900 റേഞ്ചിൽ വരുന്നു. നേരത്തെ പറഞ്ഞ ഫാക്ട്സ് കണക്കിലെടുത്ത് ഓരോ ഫോർമുലയും നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഒരു ഫോർമുല ബ്രാൻഡിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം ഒരാഴ്ച 3:1 റേഷ്യോയിൽ കൊടുക്കുക. അതായത് പഴയ ഫോർമുല 3ഉം പുതിയത് 1ഉം എന്ന റേഷ്യോയിൽ കൊടുക്കുക. രണ്ടാമത്തെ ആഴ്ച ഇത് 50:50 എന്ന റേഷ്യോയിൽ കൊടുക്കുക. അതായത് രണ്ടും പകുതി അളവിൽ. ഇനി മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ കൊടുക്കേണ്ടത് പുതിയ ഫോർമുലയും ഒരു പാർട്ട് മാത്രം പഴയ ഫോർമുലയും കൊടുക്കുക. നാലാമത്തെ ആഴ്ച ആകുമ്പോൾ കംപ്ലീറ്റ് പുതിയൊരു ഫോർമുലയിലേക്ക് ചേഞ്ച് ആക്കാവുന്നതാണ്. അതായത് മൊത്തം അളവും
ഫോമുല പുതിയത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു വയസ്സിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് സ്റ്റേജ് 3, സ്റ്റേജ് 4 എന്നീ ഫോമുലാസ് ആണ് അവൈലബിൾ. എന്നാൽ ഒരു വയസ്സിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് കൗ മിൽക്കും കൊടുക്കാവുന്നതാണ്. എന്നാൽ വെയിറ്റ് ഗെയിൻ കൺസേൺസ് അതുപോലെ തന്നെ കൗ മിൽക്ക് കൊടുക്കുന്ന സമയത്ത് അലർജി, കഫക്കെട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഫോമുല തന്നെ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. കൗ മിൽക്ക് കൊടുക്കുന്ന സമയത്ത് അനീമിയ വരാനുള്ള ചാൻസ് കൂടുതലാണ്, അതായത് അയൺ കണ്ടന്റ് കുറവാണ്. അതുപോലെ തന്നെ പല കുഞ്ഞുങ്ങൾക്കും ഇത് അലർജി പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. കൗ മിൽക്ക് കൊടുക്കുമ്പോൾ 300 മുതൽ 400 ml മാത്രം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു ദിവസം. എന്നാൽ കൗ മിൽക്കിൽ കാൽഷ്യം കണ്ടന്റ് കൂടുതലാണ്. ഇത് ബാലൻസ്ഡ് ഡയറ്റിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അലർജി, കഫക്കെട്ട് എന്നിവയുള്ള കുട്ടികൾക്ക് മിൽക്ക് ബേസ്ഡ് പ്രോഡക്ട്സ്, അതായത് ചീസ്, ബട്ടർ, നെയ്യ്, പനീർ ഒക്കെ തന്നെ നമുക്ക് നൽകാം. ഇത് 6 മാസം മുതൽ തന്നെ കൊടുത്തു തുടങ്ങാവുന്നതാണ്. ഇത് കാൽഷ്യത്തിനെയും പ്രദാനം ചെയ്യുന്നു. സോയാ മിൽക്ക്, ബദാം മിൽക്ക് ഇവയും കൊടുക്കാവുന്നതാണ്. 2 വയസ്സിന് ശേഷം ഫോമുല തീർത്തും സ്റ്റോപ്പ് ആക്കാം. കുഞ്ഞുങ്ങൾക്ക് ഫോമുല തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഇത് മുഴുവനായി മനസ്സിലായെന്ന് കരുതുന്നു. ഇനിയും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ്സായി ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്